പാലായിലെ യുവ അഭിഭാഷകനായ റോണി നെടുമ്പള്ളി പാലായിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. പാല രാമപുരം സ്വദേശിയായ റോണി പാല സെന്റ് തോമസ് കോളേജിൽ നിന്നും ബികോമും സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ടിൽ നിന്ന് LLBയും മികച്ച മാർക്കോടെ പാസ്സായി അഭിഭാഷകരായി പ്രാക്ടീസ് നടത്തി വരികയാണ്. 2014 പാല സെന്റ് തോമസ് കോളേജിൽ ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ ആദ്യത്തെ കോളേജ് യൂണിറ്റ് ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയാണ് റോണി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. പാല കെഴുതലൂർ ബാങ്കിൽ കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്ത സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ നിയമപരമായ ഇടപെടലുകൾ നടത്തുകയും സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത വ്യക്തിയും കൂടിയാണ് റോണി. അഴിമതിയില്ലാത്ത കേരളത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഡൽഹി പഞ്ചായത്ത് മോഡലിൽ പരിഹാരമുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും യുവാക്കളുടെയും സ്ത്രീകളുടെയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെയും യഥാർത്ഥ ശബ്ദമായി പാലാ നിയോജക മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അഡ്വക്കേറ്റ് റോണി നെടുമ്പള്ളി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാലായിൽ ഇത്തവണ കേരളമൊട്ടാകെ ഇത്തവണ 60-ലധികം സീറ്റുകളിൽ മത്സരിച്ചുകൊണ്ട് മൂന്നാമതൊരു മുന്നണിയായി BJP അല്ലാതെ അല്ലെങ്കിൽ NDA സഖ്യമല്ലാതെ ഇടത് വലത് ദുർഭരണത്തിനെതിരെ മൂന്നാമതൊരു മുന്നണിയായി ആം ആദ്മി പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ശ്രമമായിട്ടാണ് പാലായിൽ നമ്മൾ ഇത്തവണ ഇലക്ഷന് മത്സരിക്കുന്നത്. അത് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്കാണ്. മറ്റ് 3 സംവിധാനങ്ങളും മുന്നണി സംവിധാനത്തിലാണെങ്കിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത് ആം ആദ്മി പാർട്ടി എന്ന ഒരൊറ്റ ലേബലിൽ മറ്റ് മുന്നണികൾ ആയിട്ടും യാതൊരു കൂട്ടുകക്ഷി ബന്ധങ്ങളും ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പാലായിൽ നിന്ന് നിർദ്ദേശിക്കപ്പെട്ട 3 പേരുകളിൽ ഡൽഹിയിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് എൻ്റെ പേരാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ പാലായിൽ ഞങ്ങൾ ഈ മത്സരത്തെ നേരിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 12 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമായി വരുന്ന പാലാ മണ്ഡലത്തിൽ 1,75,000 വോട്ടർമാർക്കിടയിലേക്ക് ഞങ്ങളുടെ പ്രവർത്തകർ വരും ദിവസങ്ങളിൽ ഞാനടക്കം ഇറങ്ങി വരികയാണ്. പാലാ ടൗണിലേക്ക് ഇറങ്ങിയാൽ സകലമാന വികസനവും പൂർണ്ണമായി സംഭവിച്ചൊരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പണികൾ പലതും പാതി വഴി മുടങ്ങിയിരിക്കുന്നു. കളരിയമാക്കൽ പാലം അപ്രോച്ച് റോഡില്ലാതെ അവിടെ കിടക്കുകയാണ്. എത്ര കോടി രൂപയാണ് പാലായിൽ ആർക്കും ഉപയോഗമില്ലാതെ, അത് കേരള ജനതയുടെ മുഴുവൻ നികുതി പൈസയാണ് പാലായിൽ ഒരു മരിച്ച ശവപ്പെട്ടി പോലെ അനാഥമായി കിടക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് തോപ്പിൽ, ജോയ് കളരിക്കൽ, സിബി വരിക്കാനി, JHP ജോർജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.